തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും സംയുക്തമായി ഒരുക്കുന്ന യുകാറ്റ് യുവജന മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠന പദ്ധതിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ യുവജനങ്ങളുമായി സംബന്ധിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്തയും പ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനും യുവജനങ്ങളുടെ പ്രിയ സുഹൃത്തുമായ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. അഭിമന്യ പിതാവിന് ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ അഭിമന്യ പിതാവുമായി സംവദിക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ കുന്നോത്ത് ഫൊറോനയിലെ യുവജന സുഹൃത്തുക്കളാണ്. പ്രിയ യുവജന സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾ നാം ചർച്ച ചെയ്തത് ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചാണ്. ഈ എപ്പിസോഡിലും തുടർന്നുള്ള സമയത്ത് നാം ചർച്ച ചെയ്യുന്നത് ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച് തന്നെയാണ്. അഭിമന്യ പിതാവെ, നമുക്ക് ആരംഭിച്ചാലോ? ആരംഭിക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ദിവ്യയ്ക്ക് ചോദിക്കാവുന്നതാണ്. അഭിമന്യ പിതാവെ, എൻ്റെ പേര് ദിവ്യ. എൻ്റെ ചോദ്യം ഇതാണ്: ഒരു അക്രൈസ്തവൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ മാമോദീസ സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതുമില്ല. അപ്പോൾ ആ അക്രൈസ്തവന് ഒരു ക്രിസ്ത്യാനി ആയിരിക്കാൻ സാധിക്കുമോ? യെസ്, ദിവ്യ വളരെ കഠിനമായൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ദിവ്യ എന്നാ പഠിക്കുന്നേ? ഞാൻ +2 കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഇത്രയും കഠിനമായ ചോദ്യമൊക്കെ ചോദിക്കും അല്ലേ? ഓക്കെ ദിവ്യ, ഈ ചോദ്യം എന്താണ്? ഒരു വ്യക്തി, ഒരു അക്രൈസ്തവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ മാമോദീസ സ്വീകരിക്കാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, മാമോദീസ സ്വീകരിക്കുകയല്ല, അതാണ് അല്ലേ? ഓക്കെ. യെസ്, അങ്ങനത്തെ ആളുകളുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ചെന്നാൽ ക്രിസ്തു ഭക്താസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അവർ ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു, ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കും, പക്ഷെ അവർ മാമോദീസ സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് ഈശോയിലുള്ള വിശ്വാസം പോലെ അത് മാമോദീസായിൽ വിശ്വസിക്കേണ്ടതുണ്ട്, സഭയുടെ ആവശ്യമുണ്ട് എന്ന് അവർ ചിന്തിക്കാത്തവരാണ്. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത്, പൂർണ്ണമാകുന്നത് ആ വ്യക്തി ഈശോയുടെ മരണോത്ഥാനങ്ങളിൽ പങ്കുചേരുന്ന മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുമ്പോഴാണ്. ഒരു വ്യക്തി ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പല രീതിയിൽ വിശ്വസിക്കും. ഈശോയുടെ വചനങ്ങൾ ഇഷ്ടമാണ്, ഈശോയുടെ പ്രബോധനങ്ങൾ ഇഷ്ടമാണ്, ഈശോയെ നല്ല ഒരു ഗുരുവായി കരുതുന്നവരുണ്ട്, ഈശോ നല്ല ജീവിത മാതൃക നൽകിയതായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ആ രീതിയിൽ ഈശോയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതെല്ലാം വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളാണ്. ആ തലങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹായെ കർത്താവും രക്ഷകനുമായി എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുകയും അവൻ്റെ മരണോത്ഥാനത്തിൽ എനിക്ക് പങ്കാളിത്തം തരുന്ന മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിക്കാത്ത ആൾ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ അയാൾ അങ്ങനെ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക പദമൊന്നും. നീ മാമോദീസ സ്വീകരിച്ച് ഈശോയിൽ വിശ്വസിച്ചു എങ്കിലാണ് നമ്മൾ തിരുസഭയിലെ അംഗമായി ആ വ്യക്തിയെ പരിഗണിക്കുന്നത്, വിശ്വാസത്തിൽ പൂർണ്ണത പ്രാപിച്ച വ്യക്തിയായിട്ട് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് ആ വ്യക്തി രക്ഷ പ്രാപിക്കുകയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യൻ്റെയും രക്ഷകൻ ഈശോ മിശിഹാ തന്നെ. ഒരാൾ ഈശോയിൽ വിശ്വസിച്ചില്ല എങ്കിൽ പോലും ആ വ്യക്തിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ കാൽവരിയിലെ കുരിശിൽ മരിച്ചത്. ഏക സത്യദൈവവും ആ സത്യദൈവത്തിൻ്റെ ഏകപുത്രനായ ഈശോ മിശിഹായെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ എന്ന് സുവിശേഷം പഠിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ ഏകജാതനായ ഈശോ മിശിഹാ എന്ന ദൈവപുത്രനിലൂടെയാണ് ലോകം മുഴുവൻ രക്ഷിക്കപ്പെട്ടത്. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷകനാണ്.
കുറേ പേര് അവനെ അറിഞ്ഞ് വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത് സത്യം. കുറേ പേര് അവനെ വിശ്വസിക്കുന്നില്ല, കാരണം അവനെ അറിഞ്ഞിട്ട് പോലും കാണിയല്ല. ഇനി അറിഞ്ഞവർക്ക് തന്നെ അവനെ ബോധ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കാരണം ഈശോയിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റ് മനുഷ്യർക്ക് ക്രിസ്ത്യാനിയാണോ എന്ന് തോന്നുന്നേയില്ല. അത് ഈശോയുടെ കുഴപ്പമല്ല, പലപ്പോഴും നമ്മുടെ കുഴപ്പമാണ്, അല്ലേ? അതുകൊണ്ട് സഭാ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരെയും ഈശോ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവീകമായ വഴികളിലൂടെ നടക്കാൻ ആഗ്രഹിക്കുകയും ശരിയാം വിധത്തിൽ രൂപീകരിക്കപ്പെട്ട മനസാക്ഷിയുടെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ രക്ഷയുടെ വഴിയിലാണ് എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. മാമോദീസായിലൂടെ നമുക്ക് കിട്ടുന്ന കുരിശിലെ വരപ്രസാദം ഇത്തരം മനുഷ്യർക്ക് ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ ദൈവം സംലഭ്യമാക്കുന്നു എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത്. അതായത് നമുക്കത് സുനിശ്ചിതമായ വഴി മാമോദീസായിലൂടെ കിട്ടും, കൂദാശകളിലൂടെ കിട്ടുന്നു ആ വരപ്രസാദം. അതേസമയം ഈ കൂദാശകൾ സ്വീകരിക്കാത്തവര് എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, കൂദാശകളിലൂടെ നമുക്ക് സുനിശ്ചിതമായി കിട്ടുന്ന ഈ വരപ്രസാദം ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ നന്നായി ജീവിക്കുന്ന അക്രൈസ്തവർക്കും നൽകാം, അതിലൂടെ അവർ രക്ഷ പ്രാപിക്കാം എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതായത് അവർ രക്ഷ പ്രാപിക്കുന്നതിന് ഈശോയുടെ കുരിശിലെ ബലിയുടെ രക്ഷാകര ഫലം തന്നെയാണ് നിമിത്തമായി തീരുന്നത് എന്ന വസ്തുത മനസ്സിലാക്കും. താങ്ക് യു പിതാവേ. ഈശോ തൻ്റെ കുരിശുമരണത്തിലൂടെ സാധ്യമാക്കിയ മനുഷ്യരക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുക മനുഷ്യന് സാധ്യമാവുന്നത് മാമോദീസ സ്വീകരണത്തിലൂടെയാണെന്ന് അഭിയന്ന പിതാവ് പറഞ്ഞു തന്നു. അഭിയന്ന പിതാവിന് നന്ദി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? രഞ്ജിനിക്ക് ചോദിക്കാവുന്നതാണ്. അഭിയന്യ പിതാവേ, എൻ്റെ പേര് രഞ്ജിനി തോമസ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ ഉദ്ധാനം നേരിൽ കാണാൻ അവസരം കിട്ടിയില്ല. കാരണം എന്താണ്? അതോടൊപ്പം തന്നെ ഉദിതനായ യേശുവിനെ പലതവണ കണ്ടതിന് ശേഷമാണ് ഉദ്ധാനം എന്ന യാഥാർത്ഥ്യം അവർ അംഗീകരിച്ചത്. കാരണം എന്താണ്? യെസ്, രഞ്ജിനി എന്നാ പഠിക്കുന്നേ? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. എന്തിലാ ഡിഗ്രി ചെയ്യുന്നേ? BSc കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിലല്ലേ? ഗുഡ്. അപ്പോൾ രഞ്ജിനി, ഒരാൾ മരിച്ചിടത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നത് കണ്ടാൽ രഞ്ജിനി എന്ത് ചെയ്യും? പേടിച്ചോടും. പക്ഷേ പറ. പേടിച്ച് നിൽക്കും. പേടിച്ച് ഓടും? ഓടൂല്ല, അവിടെ ഓടാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലേ? യെസ്, അതായത് ഒരാളെ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ഉദ്ധാനം ചെയ്തെന്ന് വിശ്വസിക്കുകയല്ല, പേടിച്ച് ഓടുകയുള്ളൂ. അതുകൊണ്ട് അത് കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതല്ല വിഷയം. തന്നെയുമല്ല, ഈ ഉത്ഥാനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഒരു മനുഷ്യൻ കുറേ നേരം ദീർഘമായി കിടന്നുറങ്ങിയേച്ച് രാവിലെ പൊടിയും തട്ടി ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത് പോലെ ഒരു വരവാണ് ഈശോയുടേത് ഉത്ഥാനം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, ഉത്ഥാനം എന്ന് പറയുന്നത് മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ അങ്ങേയറ്റം ദുഷ്കരമായൊരു സത്യമാണ്. മരണത്തിനപ്പുറത്തേക്കുള്ളൊരു ജീവിതത്തെക്കുറിച്ചാണ് ഈ ഉത്ഥാനം പറയുന്നത്, അല്ലേ? നിത്യതയെക്കുറിച്ചാണ് ഈ ഉത്ഥാനം പറയുന്നത്. മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ദൂരത്തെക്കുറിച്ചാണ് ഈ ഉത്ഥാനം പറയുന്നത്. ജീവനും മരണവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഉത്ഥാനം പറയുന്നത്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചാണ് ഉത്ഥാനം പറയുന്നത്. അതായത് ഈ ഉത്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ പലപ്പോഴും ഉള്ള ഒരു ധാരണ എന്താ? ഈശോ ഇച്ചിരി നീണ്ട ഒരു ഉറക്കം കഴിഞ്ഞു, അല്ലേ? തൂക്കുവെള്ളിയാഴ്ച കുരിശൊക്കെ ചുമന്ന് ക്ഷീണിച്ചത് കൊണ്ട് ഒരു കല്ലറയിൽ പോയി കിടന്ന് അങ്ങ് ഉറങ്ങി. എന്നിട്ട് ഈശോ ഉറക്കക്ഷീണമൊക്കെ മാറി ബോഡി പെയിനൊക്കെ കുറഞ്ഞപ്പോൾ പയ്യെ ഇങ്ങ് എഴുന്നേറ്റ് കല്ലറയും തുറന്നിങ്ങ് വന്നു. അതാണ് നമ്മുടെ ഉത്ഥാന ചിന്ത. അങ്ങനെയല്ലെന്ന് ഈ വിവരണങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഈശോയെ കണ്ടിട്ട് ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. മഗ്ദലനക്കാരി മറിയം വിചാരിച്ചു അവൻ തോട്ടക്കാരനാണ്, അല്ലേ?
മഗ്ദലനാക്കാരി മറിയം ഈശോയെ അത്രയും സ്നേഹിച്ച് ഈശോയുടെ കൂടെ നടന്ന ഒരു സ്ത്രീയാണ്. അവൾ പോലും ഈശോയെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഈശോ വൈകുന്ന വരെ നടന്നു, എന്നിട്ടോ തിരിച്ചറിഞ്ഞില്ല. തിബേരിയാസ് കരയിലുള്ള ശിഷ്യന്മാര് ഈശോ ആണ് കരയിൽ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ എത്ര വൈകി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഉത്ഥിതനെ കണ്ടിട്ട് ഒപ്പം നടന്ന ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വെറുതെ കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വന്ന ഒരാളുടെ രൂപമല്ല ഉത്ഥാനം ചെയ്തവനുള്ളത്, ഇല്ലേ? രഞ്ജിനി ഇന്നലെ രാത്രി കിടന്ന രൂപത്തിൽ തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് വന്നത്, അല്ലേ? തുണിയൊക്കെ മാറിയിട്ട് കാണും, പക്ഷേ ഷേപ്പിന് മാറ്റം വന്നു, അതേ ആള് തന്നെ. പക്ഷേ കുരിശിൽ മരിച്ചവൻ തന്നെയാണ് ഉത്ഥാനം ചെയ്തത്. പക്ഷേ ക്രൂശിതനും ഉത്ഥിതനും തമ്മിലുള്ള ഒരന്തരമുണ്ട്. ആ അന്തരം എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അന്തരമാണ്, ജീവനും മരണവും തമ്മിലുള്ള അന്തരമാണ്, മനുഷ്യനും ദൈവവും തമ്മിലുള്ള അന്തരം. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഉത്ഥാന രഹസ്യം എന്ന് പറയും. അവിടെ ശിഷ്യന്മാര് അത് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യമല്ല ഉത്ഥാനം, മറിച്ച് എന്താണ്? അവൻ്റെ ശൂന്യമായ കല്ലറ. അതാണ് ഉത്ഥാനത്തിൻ്റെ ഒരു തെളിവായി പറയും. ശൂന്യമായ കല്ലറ കണ്ടു, അവർക്ക് വിശ്വാസമായി ഈശോയോട് ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി. അവൻ പറഞ്ഞതുപോലെ ഉത്ഥാനം ചെയ്തു എന്ന് മാലാഖ പറഞ്ഞു, അവരത് കേട്ടു. എന്നിട്ട് ഉത്ഥിതനെ കണ്ടപ്പോഴും അവർ പെട്ടെന്ന് ചാടിക്കയറി വിശ്വസിച്ചൊന്നുമില്ല. കാരണം അത് അവർക്ക് മനസ്സിലാക്കാവുന്നതിന് അപ്പുറത്തുള്ളൊരു കാര്യമാണ്. മരിച്ച ഒരാൾ എഴുന്നേറ്റ് വരുന്നു, ആ എഴുന്നേറ്റ് വന്നയാൾ ഈ മരിച്ചയാൾ തന്നെയാണോ? സംശയം. തോമാസയ്യാക്കിയാണ് സംശയം മൂത്തിട്ട് പറഞ്ഞ എന്നാ, അവൻ്റെ കൈകളിലെ ആണിപ്പഴുതെനിക്ക് കാണണം, അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് ഒരുത്തൻ കുത്തി തുളച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി എൻ്റെ കൈ കയറ്റി നോക്കണം, ഇത് അവൻ തന്നെയാണോ? എന്നാലല്ലാതെ ഞാൻ വിശ്വസിക്കുകയാണെന്ന് പുള്ളി പറയുന്നു. അതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? അവൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ അവര് വ്യക്തമായ നിരീക്ഷണങ്ങളിലൂടെ മാറ്റിയെടുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അതുകൊണ്ട് ഈശോ കല്ലറയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടില്ല ശിഷ്യന്മാരെ എന്ന് പറയുന്നതിന് അതൊരു കുറവായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. ഉത്ഥാന രഹസ്യത്തിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യമാണ് അതിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. ഉത്ഥാനം എന്ന വലിയ രഹസ്യം വെറുതെ കണ്ണുകൊണ്ട് കാണേണ്ട ഒരു നിസ്സാര സംഭവമല്ല, അത് ഹൃദയം കൊണ്ടറിയേണ്ട, അവൻ്റെ സാന്നിധ്യത്തിലൂടെ മനസ്സിലാക്കേണ്ട സത്യമാണ്. ഈ ഉത്ഥിതനെ മറ്റുള്ളവർ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നൂടെ നമ്മൾ തിരിച്ചറിയണം, അല്ലേ? മഗ്ദലനാക്കാരി മറിയം ഈശോയെ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈശോയെ വിളിച്ചു, മറിയം എന്ന് വിളിച്ചു, അല്ലേ? ഈശോയുടെ വചനം കേട്ടാൽ ഉത്ഥിതനെ തിരിച്ചറിയാൻ പറ്റും. എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർ ഈശോയെ തിരിച്ചറിഞ്ഞപ്പോഴാണ്, എപ്പോഴാ? ഈശോ അപ്പം മുറിച്ചവർക്ക് കൊടുത്തപ്പം, അല്ലേ? യെസ്, അത് കൂദാശയുടെ അടയാളമാണ്. കൂദാശ പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. തിബേരിയാസ് കടൽ തീരത്ത് ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിഞ്ഞപ്പോഴാ? 153 ഇനം മത്സ്യങ്ങൾ കയറിയ വലിയ വല വലിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അത് കർത്താവാണ്, അല്ലേ? അപ്പോൾ വചനം, വിശുദ്ധ കൂദാശകൾ, വല സഭയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സഭ, ഇതാണ് ഉത്ഥിതനെ തിരിച്ചറിയാനുള്ള വഴികളായി സുവിശേഷം പറഞ്ഞു തരുന്നു. ഇന്നും ഉത്ഥിതനെ തിരിച്ചറിയാൻ നമുക്ക് മുമ്പിലുള്ളത് ദൈവത്തിൻ്റെ വചനം വായിക്കുക, പരിശുദ്ധ കൂദാശകളിൽ വിശ്വാസത്തോടെ പങ്കുചേരുക, തിരുസഭയോട് ചേർന്ന് ജീവിക്കുക. നിങ്ങൾ ഉത്ഥിതനെ സത്യം സത്യമായും കാണും, കേൾക്കും, അനുഭവിക്കും. അതാണ് സഭ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പും ഈ 2000 കൊല്ലത്തെ സഭയുടെ ശക്തിയും ഈ ഉത്ഥിതനായ ഈശോ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ്. ഈശോയുടെ ഉദ്ധാനം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ഒപ്പം മനസ്സിലാക്കാൻ അല്പം പ്രയാസമേറിയ കാര്യവുമാണ്. എന്നാൽ ഈശോയുടെ ഉദ്ധാന രഹസ്യത്തെക്കുറിച്ച് വളരെ മനോഹരവും ലളിതവുമായി അഭിനയ പിതാവ് പറഞ്ഞു തന്നു. രഞ്ജിനിക്ക് ഉത്തരം വ്യക്തമല്ലേ? വ്യക്തമാണ്. താങ്ക് യു പിതാവ്. അടുത്ത ചോദ്യത്തിലേക്ക് നാം പോവുകയാണ്. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ലിനറ്റിന് ചോദിക്കാവുന്നതാണ്.
അഭിമന്യ പിതാവേ, എൻ്റെ പേര് ലിനറ്റ് കൂറ്റ്നാൽ. ഞാൻ ചരളിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം കുരിശിലാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയാൻ കുരിശ് അനുഭവങ്ങൾ അനിവാര്യമാണോ? ദൈവസ്നേഹത്തിൻ്റെ സമ്പൂർണത കാൽവരിയിലെ കുരിശിലാണ്, അത് സത്യമാണ്. പക്ഷേ കുരിശിൽ മാത്രമല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്, ദൈവം എപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ലിനറ്റ് ചോദിച്ചതിനകത്ത് വളരെ ആഴമുള്ളൊരു സത്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നിമിഷങ്ങളിലാണ് ദൈവത്തെ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ അറിയാനും അനുഭവിക്കാനും കഴിയും. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത് സഹനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്, അല്ലേ? നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം തന്നു, കയ്യോടെ തന്നു. നല്ലൊരു ജോലി വേണമേ എന്ന് പ്രാർത്ഥിച്ചു, നല്ലൊരു ജോലി കിട്ടി. നല്ലൊരു ഭർത്താവിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചു, ഭർത്താവിനെ കിട്ടി. അല്ലെ, ഭാര്യയെ തരണേ എന്ന് പ്രാർത്ഥിച്ചു, അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ അങ്ങനെ? പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്, അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നു. അതല്ല എങ്കിൽ ഒരു തലവേദന വന്നു, എൻ്റെ ഈശോ ഈ തലവേദന മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് കുരിശ് വരച്ചു, അന്നേരം തലവേദന പോയി. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, അല്ലേ? ദൈവസ്നേഹം അങ്ങനെയാണെന്നാണ് മനുഷ്യർ വിചാരിക്കുന്നത്. ഇസ്രായേലിന് വിശന്നു, ദൈവം മന്ന കൊടുത്തു. ഇറച്ചി തിന്നാൻ ആഗ്രഹം പറഞ്ഞു, ഉടനെ കാടപ്പക്ഷികളെ കൊണ്ട് കൊടുത്തു. ദാഹിക്കുന്നെന്ന് പറഞ്ഞു, ഉടനെ പാറ പൊട്ടിച്ച് വെള്ളം ഒഴുക്കി കൊടുത്തു. അവർ ചോദിച്ചതെല്ലാം ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന്മാര് തമ്പുരാനെ വെല്ലുവിളിക്കാൻ തുടങ്ങി. അതായത് ദൈവത്തിൻ്റെ സ്നേഹം ഈ കാര്യങ്ങൾ നൽകുമ്പോഴും നൽകാതിരിക്കുമ്പോഴും ഒരുപോലെയാണ്. നമ്മൾ വിലാപങ്ങളുടെ പുസ്തകം 3:20 വായിക്കുന്ന പോലെ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ദൈവസ്നേഹത്തിനല്ല മാറ്റം, മറിച്ച് ഈ സ്നേഹം നമ്മൾ പലപ്പോഴും അറിയാനും അനുഭവിക്കാനും കഴിയാതെ പോകും. എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇത് നമ്മുടെ കഴിവിനുള്ള അംഗീകാരമാണ്, നമ്മൾ മിടുക്കരായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണ് ഇതൊക്കെ. ഞാൻ പരീക്ഷ ജയിച്ചു, ഞാൻ നന്നായി പഠിച്ചു, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ജയിച്ചു, അല്ലേ? എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, കാരണം ഞാൻ നല്ല സുന്ദരനാണ്, അതുകൊണ്ട് എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നിനും നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് ചിന്തിച്ചു വയ്ക്കും. പക്ഷേ ജീവിതത്തിൻ്റെ സഹനങ്ങളിലേക്ക് നമ്മൾ നീക്കി നിർത്തപ്പെടുമ്പോൾ ശരിക്കും നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണ്. ദൈവത്തിലുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം പരീക്ഷിക്കപ്പെടുകയാണ്. പീഡകളുടെ നടുവിൽ നിൽക്കുമ്പോൾ, മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന അവസരത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം എഴുതുന്നത്. അതിൻ്റെ 8-ാം അധ്യായം 35-ാം വാചകത്തിൽ ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഹൂ ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ഗാഡ്? ആർക്കാണ് ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുക? പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ കഷ്ടതയോ ഈ ലോകത്തിലുള്ളവയോ വരാനിരിക്കുന്നവയ്ക്കോ? യാതൊന്നിനും കർത്താവായ ഈശോ മിശിഹായിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ പറ്റില്ല എന്ന് അപ്പോസ്തലൻ വിളിച്ചു പറയും. ശരിക്കും ശ്ലീഹ പറയുന്നതൊക്കെ ഇതാണ്. തടവിൽ പട്ടിണിക്കിട്ടിരിക്കുന്നു, വാളുകൊണ്ട് വെട്ടിക്കൊല്ലാനാണ് ശ്ലീഹായ്ക്കുള്ള വിധി എന്ന് ശ്ലീഹായ്ക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞു, ഇതെല്ലാം ഉണ്ടായാലും എൻ്റെ ഈശോ മിശിഹായോടുള്ള സ്നേഹത്തിൽ നിന്ന് അണുപോലും മാറ്റാൻ ഇവയ്ക്ക് ഒന്നിനും കഴിയില്ല. കാരണം എന്താണ്? സഹനം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഒരുവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴവും ദൈവസ്നേഹത്തിൻ്റെ ആഴവും തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന് മാറ്റമില്ല, പക്ഷെ സഹനം വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നതാണ്. ഇതാണ് ലിനറ്റ് ഉദ്ദേശിച്ചത്. അതുതന്നെയാണ് പിതാവേ. ബോസ്കോയ്ക്ക് ചോദിക്കാനുണ്ട്, ഇല്ലേ? ചോദിച്ചോളൂ. എൻ്റെ ഉള്ളിൽ തോന്നിയൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഇപ്പം യുവജനങ്ങളാണെങ്കിൽ തന്നെ ഇങ്ങനെ പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ തൂണിലും തുരുമ്പിലും അതുപോലെ നമ്മുടെ ചുറ്റും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തുകൊണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, ആരാധനയിൽ പോയി പങ്കെടുക്കണം,
അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വെല്ലുവിളിയാകുന്നുണ്ടോ? യെസ്, ദൈവം സർവ്വവ്യാപിയാണ്. സകല സ്ഥലങ്ങളിലും ദൈവ സാന്നിധ്യമുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ ബോസ്കോയ്ക്ക് അമ്മയുടെ സ്നേഹം, അമ്മ ബോസ്കോയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ബോസ്കോയ്ക്ക് അറിയാം, അല്ലേ? പക്ഷേ അമ്മയുടെ അടുക്കൽ ചെന്ന് അമ്മ വിളമ്പിത്തരുന്ന ചോറുണ്ണുമ്പോൾ ആ സ്നേഹം കൂടുതൽ തീക്ഷ്ണതയോടെ അറിയാൻ പറ്റും, അല്ലേ? എന്നതുപോലെ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോമിശിഹ എന്ന ദൈവപുത്രൻ സത്യമായും വ്യക്തിപരമായും സത്താപരമായും സന്നിഹിതമായിരിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധ ദേവാലയം, അല്ലേ? ദേവാലയത്തിൽ ഈശോയുടെ സാന്നിധ്യം സർവ്വവ്യാപിയായിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം പോലെയല്ല. അവിടെ സത്യമായും ദൈവപുത്രൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ, സകലത്തിൻ്റെയും ഉടയവൻ, മാലാഖമാരാൽ ആരാധിക്കപ്പെടുന്നവൻ, അവിടെ സത്യമായും വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദേവാലയം വിശ്വാസിക്ക് ഇത്രമേൽ പ്രസക്തമാകുന്നത്, പ്രിയപ്പെട്ടതാകും. ബലിപീഠത്തെക്കുറിച്ച് പൗരസ്ത്യ ദൈവശാസ്ത്രം പറയുന്നത് എന്താ? അവിടെ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നു. പിതാവായ ദൈവം സിംഹാസനസ്ഥനാണ് ബലിപീഠത്തിൽ. പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാനിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബലിപീഠത്തിൽ സിറോ മലബാർ കർമ്മക്രമത്തിൽ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് വിശുദ്ധ ഗ്രന്ഥം, ഈശോയെ പ്രതിനിധീകരിക്കുന്ന വചനഗ്രന്ഥം വയ്ക്കും. പിതാവിൻ്റെ ഇടതുവശത്ത് ആരായിരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്, അല്ലേ? ആ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന സ്ലീവ വയ്ക്കുന്നത് ഇടതുവശത്താണ്. പരിശുദ്ധ ത്രിത്വം സന്നിഹിതമാണ് അവിടെ. ഈശോ മിശിഹ പരിശുദ്ധ കുർബാനയിൽ സത്യമായും സന്നിഹിതമാണ്. അതുകൊണ്ട് കൂദാശ ചെയ്യപ്പെട്ട ഒരു ദേവാലയം ഈ ലോകത്ത് നിന്ന് വേർതിരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട, പൗത്രീകരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ബോസ്കോ ദേവാലയത്തിൽ പോകേണ്ട സമയത്ത് പോയേ പറ്റൂ. ഇനി ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന യുവജനങ്ങളോട് നിങ്ങൾ ചോദിക്കണം, മകനെ, നീ ഈ ദൈവ സാന്നിധ്യം ഈ ചുമ്മാ നടക്കുമ്പോൾ അറിയുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ എന്നോട് ഒരിക്കലും, ഒരു ഡോക്ടറാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ കുമ്പസാരം ഒന്നും നടത്താറില്ല. കുമ്പസാരിക്കുമ്പം ഞാൻ ദൈവത്തോട് അങ്ങ് വേണ്ടപ്പോൾ നേരിട്ടങ്ങ് പറയും, ദൈവം എൻ്റെ പാപം കേൾക്കും, പാപമോചനം തരും, എനിക്കത് മതി. അച്ഛൻ്റെ ചെവി പോയി കുമ്പസാരിക്കേണ്ട കാര്യമൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, നല്ല കാര്യം. ഡോക്ടർ ഇതിനു മുമ്പ് എത്ര തവണ ദൈവത്തോട് ഇങ്ങനെ നേരിട്ട് പറഞ്ഞു, എന്നിട്ട് പാപമോചനം കിട്ടിയ അനുഭവം ഡോക്ടർക്ക് എപ്പോഴൊക്കെയാണ് ഉണ്ടായതെന്ന് പറയാമോ? അത് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. കുമ്പസാരിച്ചിട്ട് അവൻ 20 കൊല്ലം കഴിഞ്ഞു. പക്ഷേ അവൻ പറയുക 20 കൊല്ലത്തിനിടയിൽ അവൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ അവൻ്റെ വിചാരമാണ്, ഞാൻ ദൈവത്തോട് നേരിട്ടങ്ങ് പാപം പറഞ്ഞാൽ ദൈവം പാപം മോചിക്കും. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രിയിൽ ഒന്ന് വീട്ടിൽ പോയി ട്രൈ ചെയ്യും, ദൈവത്തോട് നേരിട്ട് പാപമൊക്കെ പറഞ്ഞു നോക്കും, ദൈവം അത് മോചിച്ച് അനുഭവം കിട്ടുന്നുണ്ട്. ഓക്കെ, ഡോക്ടറുടെ വാദം ശരിയാന്ന് ഞാൻ സമ്മതിക്കാം. ഇല്ലെങ്കിൽ നാളെ നമുക്ക് സംസാരിക്കും. ഒരു ധ്യാനാവസരത്തിലാണ്, ഒരു താമസിച്ചുള്ള ധ്യാനം. ഡോക്ടർ രാവിലെ ഞാൻ പള്ളിയിൽ പോയിരുന്നപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം. അദ്ദേഹം വളരെ ദീർഘമായി സമയമെടുത്ത് കുമ്പസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചിന്തകൾ വെറും വിഡ്ഢിത്തമാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തെ അറിയാതിരിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അകലാൻ വേണ്ടി പിശാച് കൊണ്ടുവരുന്ന ചിന്തയാ. ദൈവം എല്ലായിടത്തും ഉണ്ട്, അതിന് പ്രത്യേകതയൊന്നുമില്ല. പള്ളിക്ക് പ്രത്യേകതയില്ല. പാപം വേണം ദൈവത്തോട് പറഞ്ഞാൽ മതി, കൂദാശകൾക്ക് പ്രത്യേകതയില്ല. പക്ഷേ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കൂദാശകൾക്ക് അർത്ഥമുണ്ട്. ശരിയാം വിധത്തിൽ പാപമേറ്റ് പറഞ്ഞ് പാപമോചനം നേടുന്ന അനുതാപിയുടെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്, ഒരു സംശുദ്ധിയുണ്ട്. അത് വേറെ എവിടെയെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കിട്ടുന്നതല്ല. അതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് എല്ലായിടത്തും ദൈവമുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറയുന്നവരോട് ബോസ്കോ ചോദിക്കണം, നിനക്ക് ഈ ദൈവാനുഭവം ശരിക്കും കിട്ടുന്നുണ്ടോ? ഈ ചുമ്മാ
വാചകടിച്ച് നടക്കുമ്പോൾ ദൈവാനുഭവം കിട്ടുന്നുണ്ട്. വെള്ളമടിച്ച് നടക്കുമ്പോൾ ദൈവാനുഭവം തന്നെയാണ് കിട്ടുന്നത്. ചോദിക്കണം. ദൈവത്തോടുള്ള ഐക്യം നമുക്ക് തരുന്ന ഒരു സംതൃപ്തിയുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുസ് വിവിത്തിൽ യുവജനങ്ങളോട് പറയുന്നൊരു സുന്ദരമായ വാക്യമുണ്ട്. അല്ലയോ യുവജനങ്ങളെ, നിങ്ങൾ തേടി നടക്കുന്ന സന്തോഷത്തിൻ്റെ പേര് നസ്രായനായ ഈശോ എന്നാണ്. നിങ്ങൾ വിചാരിക്കും അത് മദ്യത്തിലാണ്, നിങ്ങൾ വിചാരിക്കും അത് മറ്റേതെങ്കിലും സൗഹൃദ ബന്ധങ്ങളിലാണ്, നിങ്ങൾ വിചാരിക്കും അത് ഏതെങ്കിലും ഉന്നത ജോലി കിട്ടിയാൽ കിട്ടുന്നതാണ്, നിങ്ങൾ വിചാരിക്കും അത് വഴിവിട്ട ജീവിതത്തിലാണ്. അല്ല, നിങ്ങൾ തേടി നടക്കുന്ന സന്തോഷത്തിൻ്റെ പേര് നസ്രായനായ ഈശോ എന്നാണ്. അവനെ കണ്ടെത്തുന്നത് വരെയും നിങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. നിങ്ങളുടെ പ്രായത്തിൽ സകല ഗുരുത്തക്കേടും കാണിച്ചു നടന്ന ഒരു വിശുദ്ധനാണ് ആഗസ്തീനോസ് പുണ്യാളൻ. നിങ്ങളെ വെച്ച് പുള്ളിയെ വെച്ച് നോക്കിയാൽ നിങ്ങളൊക്കെ ഇപ്പോഴേ പുണ്യാളന്മാരാണ്. അല്ലേ? അത്രയ്ക്ക് തരികട കളിച്ച് നടന്ന ഒരു മനുഷ്യന് 15-ാം വയസ്സിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി തെറ്റായ വഴികളിലൂടെ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആളുടെ കയ്യിലിരിപ്പിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലേ? പക്ഷെ അങ്ങനെ നടന്ന ആ മനുഷ്യൻ കർത്താവിനെ കണ്ടെത്തി വിശുദ്ധനായി കഴിഞ്ഞപ്പോൾ പറയുന്നതാണ്, എൻ്റെ ദൈവമേ, എത്ര വൈകി ഞാൻ അങ്ങയെ അറിയുവാൻ. അങ്ങയിൽ എത്തുന്നത് വരെയും എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരുന്നു. ഞാൻ എന്തിനു വേണ്ടിയാണ് അസ്വസ്ഥതപ്പെട്ടത് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു ഈ അവിഹിത ബന്ധങ്ങളിലൂടെ എനിക്ക് സംതൃപ്തി കിട്ടും, അല്ലെങ്കിൽ മദ്യം കഴിച്ചാൽ കിട്ടും, മയക്കുമരുന്ന് കഴിച്ചാൽ കിട്ടുമെന്ന്, വാദപ്രതിവാദങ്ങൾ നടത്തി ആള് കളിച്ചാൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ആത്മാവ് ദാഹിച്ചത് നിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയായിരുന്നു. അത് കിട്ടിയപ്പോൾ എൻ്റെ ആത്മാവ് സംതൃപ്തമാണ്. ശരിക്കും ശരിയായി നിങ്ങൾ ദൈവത്തെയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ, ബോസ്കോയുടെ കൂട്ടുകാർ ഈ പറഞ്ഞത് സത്യമാണ് എങ്കിൽ, അവർ തൂണിലും തുരുമ്പിലും വഴിയിലും പാടത്തുമൊക്കെ ദൈവത്തെ കണ്ട് ദൈവത്തോട് സംസാരിക്കുന്നവരാണ് എങ്കിൽ സത്യമായും അവർ പള്ളിയിൽ പോകും, സത്യമായും അവർ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, സത്യമായും അവർ ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കും. അതാണ് യാഥാർത്ഥ്യം. യെസ് പിതാവേ, എനിക്കിതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സംശയം കൂടിയുണ്ട്. തിരുസഭയുടെ വിശ്വാസ സത്യങ്ങളും കുമ്പസാരവും കൂദാശകളുമൊക്കെ ഈ ഒരു പ്രായത്തിൽ സംശയങ്ങളായി, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയമായി ഞങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ തോന്നാറുണ്ട്. അതൊരു തെറ്റായിട്ടോ ഒരു പാപമായിട്ടോ കാണേണ്ടതുണ്ടോ, അതോ മാനുഷികമാണെന്നുള്ള രീതിയിൽ അതിനെ എടുക്കാമോ? യെസ്, നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും സംശയങ്ങൾ, വിശ്വാസത്തിൻ്റെ വഴിയിൽ സംശയങ്ങൾക്ക് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഇപ്പം നമ്മുടെ പിതാവായ തോമാസ് ലീഹ തന്നെ സംശയിച്ചു, അല്ലേ? തോമാസ് ലീഹ ഈശോ കുറ്റപ്പെടുത്തുമല്ല, ഈശോ തന്നെ ആ സംശയം ദൂരീകരിച്ചു. തോമാസ് ലീഹ സംശയം ഉണ്ടായപ്പോൾ ചീത്തയും പറഞ്ഞ് ഇറങ്ങിപ്പോവുമല്ലേ ഇത്. അവൻ ആ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിലിരുന്നു, ഈശോയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ഈശോ വന്നു, സംശയം പരിഹരിച്ചു കൊടുത്തു. യുവജനങ്ങളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങളെക്കുറിച്ച്, കൂദാശകളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോഴെന്ത് ചെയ്യണം? നിങ്ങൾ തിരുസഭയോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ പള്ളിയിൽ തന്നെ പോകണം, കൂദാശകളിൽ പങ്കുചേരണം, തിരുവചനം വായിക്കണം. ഈശോ മിശിഹ നിങ്ങളുടെ സംശയത്തിന് ഉത്തരവുമായി നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സംശയം സത്യമാണ് എങ്കിൽ, സംശയം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾ ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, സത്യമായും തോമാസ് ലീഹായ്ക്ക് എന്നതുപോലെ നിങ്ങൾക്കും ഈശോ മിശിഹ ഉത്തരം തരും. അപ്പോൾ നിങ്ങൾ പറയും, തോമാസ് ലീഹായെ പോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. അതിന് നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞായറാഴ്ച വിശുദ്ധ ബലി അർപ്പണങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമാണെന്നും ദൈവാനുഭവമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മെ സഹായിക്കുന്നതെന്നും പിതാവ് പറഞ്ഞു തന്നു. നമ്മുടെ ജീവിതത്തിലെ കുരിശനുഭവങ്ങൾ നമ്മെ കൂടുതൽ ദൈവത്തോട് ചേർത്ത് നിർത്തണമെന്നും അഭിയന്യ പിതാവ് പറഞ്ഞു തന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അഭിയന്യ പിതാവിനും പ്രിയ യുവജന സുഹൃത്തുക്കൾക്കും നന്ദി. പുതിയ
ചോദ്യങ്ങളും നല്ല ഉത്തരങ്ങളുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.